ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ ലോക്കുമേഷൻ ആൻഡ് മൂവ്മെൻറ്റിലെ മസിൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ്? സ്കെൽറ്റൽ സിസ്റ്റത്തെക്കുറിച്ചാണ്. എന്താണ് സ്കെൽറ്റൽ സിസ്റ്റം? സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അസ്ഥികൾ അല്ലേ, നമ്മുടെ ബോഡി ഫോം ചെയ്തിരിക്കുന്നത് എന്ത് ചേർന്നാണ്? ബോൺസുകൾ അല്ലേ, ബോൺസുകളുണ്ട്. അപ്പോൾ ആ ബോൺസുകൾ ചേർന്നാണ്. അപ്പോൾ ബോൺസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? സ്കെൽറ്റൽ സിസ്റ്റം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്? ബോൺസ് മാത്രമല്ല, കുറച്ച് കാർട്ടിലേജസും കൂടെ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? ബോൺസ് ആൻഡ് എ ഫ്യൂ കാർട്ടിലേജസ്. ഇത് ചേരുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഫ്രെയിം വർക്ക് ഓഫ് ബോൺസ് ആൻഡ് ഫ്യൂ കാർട്ടിലേജസ്. എന്താണ്? നമ്മുടെ ബോൺസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കാർട്ടിലേജസിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് എന്തെന്ന് പറയുന്നത്? സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ബോണും അതുപോലെ നമ്മുടെ കാർട്ടിലേജും എന്താണ്? നമ്മുടെ ബോഡിയിലെ കണക്റ്റീവ് ടിഷ്യൂസ് ആണ് അല്ലേ. ഏതാണ്? നമ്മുടെ ബോൺസും അതുപോലെ നമ്മുടെ കാർട്ടിലേജും എന്താണ്? കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഇനി നമ്മുടെ ബോണിൻ്റെ പ്രത്യേകത എന്താണ്? ബോൺ എന്താണ്? ഇച്ചിരി കട്ടി കൂടിയതാണ് അല്ലേ. അതിന് കാരണം എന്താണ്? ബോണിൻ്റെ മെട്രിക്സ് ഫോം ചെയ്തിരിക്കുന്നത് എന്തിനാലാണ്? കാൽസ്യം സോൾട്ടാണ് കേട്ടോ. കാൽസ്യം സോൾട്ടിൻ്റെ പ്രസൻസ് ഉണ്ട് എവിടെ? നമ്മുടെ ബോണിൻ്റെ മെട്രിക്സിൽ. പക്ഷേ കാർട്ടിലേജ് എങ്ങനെയാണ്? ബോണിനേക്കാൾ അപേക്ഷിച്ച് കുറച്ചും കൂടെ എന്താണ്? പ്ലയബിൾ ആയിട്ടുള്ള മെട്രിക്സ് ആണ്. അതിന് കാരണം എന്താണ്? കോൺട്രിറ്റിയൻ സോൾട്ടിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? ബോണും കാർട്ടിലേജും അല്ലെ, ഇത് രണ്ടും ചേർന്നാണ് നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ബോണിൽ എന്താണ്? ബോൺ ഇച്ചിരി കട്ടി കൂടിയതാണ് അല്ലേ. അതിന് കാരണം എന്താണ്? അതിന് മെട്രിക്സിൽ കാൽസ്യം സോൾട്ടിൻ്റെ പ്രസൻസ് ഉണ്ട്. ദെൻ നമ്മുടെ ഏതാണ്? കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ പ്ലയബിളി മെട്രിക്സ് ആണ്. കാരണം എന്താണ്? എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്? കോൺട്രിറ്റിയൻ സോൾട്ടിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇനി നമ്മുടെ ബോഡിയിൽ എത്ര എണ്ണം ബോൺസുകളുണ്ടെന്ന് അറിയാവോ? അസ്ഥികളുടെ എണ്ണം എത്രയാണെന്നറിയാവോ? എത്രയാണ്? 206 ബോണുകളാണുള്ളത്. നമ്മുടെ ബോഡിയിൽ എത്രയാണ് മക്കളെ ഉള്ളത്? 206 ബോൺസുകളുണ്ട്. 206 ബോൺസുകളുണ്ട്. അതുപോലെ കുറച്ച് നമ്മുടെ കാർട്ടിലേജസും. ഇനി നമ്മുടെ ഈ ബോൺസുകൾ 206 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബോൺസുകളെ മൊത്തത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? അവരെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ആക്സിയൽ സ്കെൽട്ടൻ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ. ഏതൊക്കെയാണ്? ആക്സിയൽ സ്കെൽട്ടനും അപ്പൻഡിക്കുലാർ സ്കെൽട്ടനും. 206 ബോൺസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? ആക്സിയൽ സ്കെൽട്ടൻ എന്നും അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ എന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 206 ബോൺസുകൾ ഏതാണ്? ആക്സിയലിനകത്ത് എത്ര എണ്ണം വരുന്നു? അപ്പൻഡിക്കുലാറിൽ എത്ര എണ്ണം വരുന്നു? നമുക്ക് നോക്കിയാലോ? നോക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. ആദ്യം നമുക്ക് ആക്സിയൽ സ്കെൽട്ടനെ അതിനകത്ത് ആരുണ്ട്, എത്ര പേരുണ്ട്, എണ്ണം എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. ഈ ആക്സിയൽ സ്കെൽട്ടനകത്ത് 80 ബോൺസുകളുണ്ട്. എത്രയാണ്? 80 എണ്ണം. 206 ബോൺസിലെ 80 ബോൺസുകൾ എവിടെയാണ്? നമ്മുടെ ആക്സിയൽ സ്കെൽട്ടനകത്താണ് വരുന്നത്. ഇനി ഇത് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കൾ ഇതിനകത്ത് വരും, വെർട്ടബ്രൽ കോളം ഇതിനകത്ത് വരും, സ്ട്രേണം ഇതിനകത്ത് വരും, റിബ്സ് ഇതിനകത്ത് വരും അല്ലേ. സ്കൾ എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ തലയോടാണ്. വെർട്ടബ്രൽ കോളം എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ നട്ടെല്ല് അല്ലേ, നട്ടെല്ല്. ദെൻ സ്ട്രേനം ഉണ്ട്, ദെൻ റിബ്സ് ഉണ്ട്. റിബ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മാറിൽ നിന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ആക്സിയൽ സ്കെൽട്ടൻ്റെ പാർട്ടായിട്ട് വരുന്നത്, അല്ലെ ആക്സിയൽ സ്കെൽട്ടനകത്ത് വരുന്നവർ. ഇനി നമുക്ക് ആദ്യം നമ്മുടെ സ്കള്ളിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. സ്കള്ളിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാവേ. നമ്മുടെ ഈ സ്കള്ള് ഫോം ചെയ്തിരിക്കുന്നത് 2 സെറ്റ് ഓഫ് ബോൺസുകൾ ചേർന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഏതാണ്? 2 സെറ്റ് ഓഫ് ബോൺസുകളാണ് ചേർന്ന് നമ്മുടെ ഈ സ്കള്ള് ഫോം ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ക്രേനിയൽ ബോൺസും ഉണ്ട്, ഫേഷ്യൽ ബോൺസും ഉണ്ട്. ക്രേനിയൽ ബോൺസിനകത്ത് 8 എണ്ണവും ഫേഷ്യൽ ബോൺസിനകത്ത് 14. അങ്ങനെ എത്ര ബോൺസുകളുണ്ട് മക്കളെ? 22 ബോൺസുകളാണ് എവിടെ ഉള്ളത്? നമ്മുടെ ആക്സിയൽ സ്കെൽട്ടൻ്റെ ഫസ്റ്റ് പാർട്ടായ ഏത്? സ്കള്ളിൽ വരുന്നത്. എത്ര എണ്ണമാണ്? 22 ബോൺസുകൾ. ക്ലിയർ ആയോ? എത്ര എണ്ണമാണ്? 22 ബോൺസുകൾ. എങ്ങനെയാണെന്നാ പറഞ്ഞത്? നമ്മുടെ സ്കള്ള് 2 സെറ്റ് ഓഫ് ബോൺസിനാലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ക്രേനിയൽ ബോൺസ് ഉണ്ട്, അതിനകത്ത് 8 എണ്ണം ഉണ്ട്. ഫേഷ്യൽ ബോൺസ് ഉണ്ട്, അതിൽ 14. അങ്ങനെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 22 ബോൺസുകളുണ്ട്. ഇനി നമ്മുടെ ഈ ക്രേനിയൽ ബോൺസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് ഒരു ഹാർഡായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. എവിടെ ഉള്ളത്? നമ്മുടെ ബ്രെയിനിൻ്റെ ക്രേനിയത്തിന് അല്ലേ. എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ
സംരക്ഷിച്ച് വെക്കുന്നത് ആരാണ്? നമ്മുടെ തലയോടാണ്. നമുക്കറിയാം, നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അല്ലേ, ടൂ വീലർ യാത്ര ചെയ്യുന്നവരോട് പറയും ഹെൽമെറ്റ് വെക്കണമെന്ന്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ തലയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ എന്താണ്, നമ്മുടെ തലച്ചോറിനെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ക്രേനിയൽ ബോൺസ് എന്ന് പറയുന്നത് അല്ലേ. എന്തെങ്കിലും ക്ഷതമൊന്നും സംഭവിക്കരുത് അല്ലേ. കളിമൺ നമ്മളോട് കളിയാക്കി പറയത്തില്ല, അതിൻ്റെ തല കളിമണ്ണാണോ? കളിമണ്ണാണെങ്കിലും അത് പോവല്ലേ. അത് ഇങ്ങനെ എന്ത് ചെയ്യണം? നമുക്ക് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. അതിനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഔട്ടർ കവറിങ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ക്രേനിയൽ ബോൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? ഫേഷ്യൽ ബോൺസ്. ഫേഷ്യൽ ബോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 14 എന്താണ് ബോൺസുകൾ വരുന്നുണ്ട്, 14 എണ്ണം വരുന്നുണ്ട്. ഇതെവിടെയാണ്? നമ്മുടെ സ്കള്ളിൻ്റെ ഫ്രണ്ട് പാർട്ട് അല്ലേ, ഫ്രണ്ട് പാർട്ടിലാണ് ഏത് കാണപ്പെടുന്നത്? ഫേഷ്യൽ ബോൺസുകൾ കാണപ്പെടുന്നത് നമ്മുടെ സ്കള്ളിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്കള്ളിൽ കാണുന്ന മറ്റൊരു ബോണാണ് ഏതെന്ന് പറയുന്നത്? ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത്. ഈ ഹയോയിഡ് ബോൺ എവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബക്കൽ ക്യാവിറ്റിയുടെ ബേസിൽ. ബക്കൽ ക്യാവിറ്റി എന്നൊക്കെ പറയുമ്പോൾ എവിടെയാണ് മക്കളെ? എവിടെയാണ്? നമ്മുടെ മൗത്ത് റീജിയൻ ആണല്ലേ. നമ്മുടെ മൗത്ത് റീജിയൻ. ഓക്കെ, അവിടെ നമ്മുടെ ബക്കൽ ക്യാവിറ്റിയുടെ ഏറ്റവും ബേസിലുള്ള എന്താണ്? ഒരു യു ഷേപ്പ്ഡ് സ്ട്രക്ചറുള്ള ഒരു ബോണാണ് ഏതെന്ന് പറയുന്നത്? ഹയോയിഡ് ബോണ്. ഇതും എന്താണ്? നമ്മുടെ സ്കള്ളിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, നമ്മുടെ സ്കള്ളിൽ വരുന്ന ഒരു ബോൺ പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? ഹയോയിഡ് ബോൺ. ഇനി നമ്മുടെ സ്കള്ളിൻ്റെ തന്നെ വരുന്നവരാണ് എന്ത്? ഇയർ ഓസിക്കിൾസ്. ഇത് ഇയർ ഓസിക്കിൾസ് എവിടെ കാണുന്നത്? നമ്മുടെ ഇയറിനുള്ളിൽ അല്ലേ, അവിടെയുള്ള പ്രത്യേക ടൈപ്പ് ഓഫ് ബോൺസുകളാണ് അല്ലേ. ഇത് എങ്ങനെയുള്ളതാണ്? ടൈനി ബോൺസ് ആണ് അല്ലേ. ഇയർ ഓസിക്കിൾസ് ഏതൊക്കെയാണ്? 3 ടൈനി ബോൺസ് ആണുള്ളത്. ഏതൊക്കെയാണ്? മാലിസ്, ഇംഗസ്, സ്റ്റേപ്പിസ് ആണോ മക്കളെ? നമ്മൾ 10ലൊക്കെ പഠിച്ചാണ്. ഏതൊക്കെയാണ്? മാലിസ്, ഇംഗസ്, സ്റ്റേപ്പിസ് അല്ലേ. MIS നമുക്ക് മിസ് എന്ന് പറയാം അല്ലേ. മാലിസ്, ഇംഗസ്, സ്റ്റേപ്പിസ്, ഇത് 3ആണ് നമ്മുടെ ഇയർ ഓസിക്കിൾസ് എന്ന് പറയുന്നത് അല്ലേ. മറക്കരുതേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്കള്ളുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അല്ലേ. ക്രേനിയൽ ബോൺസ് ഉണ്ട്, ഫേഷ്യൽ ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു, ക്രേനിയൽ ബോൺസ് 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, ഫേഷ്യൽ ബോൺസ് 14 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ക്രേനിയൽ ബോൺസ് എങ്ങനെയാണ്? നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെ സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ക്രേനിയൽ ബോൺസ്. അതുപോലെ തന്നെ ഫേഷ്യൽ ബോൺസ് എന്താണ്? നമ്മുടെ സ്കള്ളിൻ്റെ ഫ്രണ്ട് പാർട്ട് റീജിയൻ അല്ലേ, ഫ്രണ്ട് പാർട്ടിലാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഹയോയിഡ് ബോൺ ഉണ്ട്, അത് യു ഷേപ്പ്ഡ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. അത് നമ്മുടെ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ബക്കൽ ക്യാവിറ്റിയുടെ എന്താണ്? ബേസ് റീജിയനിലാണ് ഇത് കാണപ്പെടുന്നത്. അങ്ങനെയാണ് നമുക്കിതിൻ്റെ ചിത്രം ഒന്ന് നോക്കാവേ. നമ്മുടെ സ്കള്ളിൻ്റെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇതാണ് നമ്മുടെ സ്കള്ളിൻ്റെ ചിത്രം. നോക്കിക്കേ, ഇവിടെ കണ്ടോ? ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ഹയോയിഡ് ബോൺ കാണാം. നോക്കിയേ, കണ്ടോ? നമ്മുടെ ഏറ്റവും മൗത്തിൻ്റെ റീജിയൻ കഴിഞ്ഞുകൊണ്ടോ ഇവിടെ കാണപ്പെടുന്ന ഒരു യു ഷേപ്പ്ഡ് സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ക്രേനിയം ഏതാണ്? ക്രേനിയൽ ബോൺസ് എല്ലാം എവിടെ വരും? ഇവിടെ വരും അല്ലേ. എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്? 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി പിന്നെ എന്താണ്? നമ്മുടെ ഫേഷ്യൽ ബോൺസ്, അത് എവിടെയാണെന്ന് പറഞ്ഞത്? ഫ്രണ്ട് റീജിയനിലാന്ന് പറഞ്ഞു. എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു? 14 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയാണ് നമ്മുടെ സ്കള്ളിൽ വരുന്നത്. ഇനി അടുത്തത് എന്താണ്? വെർട്ടിബ്രൽ കോളം അല്ലേ. വെർട്ടിബ്രൽ കോളം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ നട്ടെല്ലാന്ന് പറഞ്ഞു അല്ലേ. നമ്മുടെ നട്ടെല്ലാന്ന് പറഞ്ഞു അല്ലേ. ഈ വെർട്ടിബ്രൽ കോളത്തിൻ്റെ അല്ലെ വെർട്ടിബ്രയുടെ എന്താണ്? ഇതിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ആനിമൽസിനെ പോലും എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ. നട്ടലുള്ളവയും നട്ടലില്ലാത്തവയും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നതാണ് അല്ലേ. അതിനെ എന്ത് ചെയ്തത്? കാറ്റഗറൈസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെർട്ടിബ്രൽ കോളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്? 26 ബോൺസ് ഉണ്ട് ഇവിടെ. എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? സീരിയലി അറേഞ്ച്ഡ് ആണ് അല്ലേ. 26 ബോൺസുകൾ എങ്ങനെയാണ്? സീരിയലി അറേഞ്ച്ഡ് ആണ്. ഒരു യൂണിറ്റിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? വെർട്ടിബ്രേ എന്നാണ് പറയുന്നത്. ഇനി ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഡോർസലി പ്ലേസ്ഡ് ആണ്. എങ്ങനെയാണ്? ഡോർസലി പ്ലേസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡോർസോ വെൻട്രോ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഇതാണ് എന്ത്? നമ്മുടെ ഡോർസൽ റീജിയൻ. ഇതാണ് നമ്മുടെ വെൻട്രൽ റീജിയൻ. അപ്പോൾ നമ്മുടെ നട്ടെല്ല് എങ്ങനെയാണ്? ഡോർസലി പ്ലേസ്ഡ് ആണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. എവിടുന്ന് എവിടം വരെയാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം പോയിരിക്കുന്നത്? നമ്മുടെ ബ്രെയിനിൻ്റെ അല്ലെ നമ്മുടെ തലയുടെ അല്ലേ ബാക്കിൽ നിന്ന് ഇങ്ങനെ പോയിരിക്കുകയാണ് അല്ലേ. പോയിട്ട് നമ്മുടെ എവിടം വരെ ഉണ്ട്? നമ്മുടെ ബാക്ക് വരെ ഉണ്ട് അല്ലേ. ഇതിൻ്റെ നമ്മുടെ വെർട്ടിബ്രൽ കോളം
പോയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വെർട്ടിബ്രൽ കോളം ഡോർസലി പ്ലേസ്ഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെയാണ് 26 സീരിയലി അറേഞ്ച്ഡ് യൂണിറ്റ്സുകളാണ് ഇതിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത എന്താണ്, ഇതിൻ്റെ എന്താണ് കുറച്ച് ഹോളോ പോർഷൻസ് ഉണ്ട്. സെൻട്രലിൽ എന്താണ്, സെൻട്രൽ ഹോളോ പോർഷൻ ഉണ്ട്. അതിനെ നമ്മൾ ന്യൂറൽ കനാൽ എന്ന് പറയും. ഇതിലൂടെയാണ് ആര് പോകുന്നത്, നമ്മുടെ സ്പൈനൽ കോഡ് പോകുന്നത് അല്ലേ. സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത് ഇതിലൂടെയാണ്, ഈ ന്യൂറൽ കനാലിൽ കൂടെയാണ്. ടീച്ചർ ചിത്രം കാണിക്കാവേ, നോക്കിക്കോ. ഇതാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം അല്ലേ, ഡോർസലി പ്ലേസ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിക്കേ, നമ്മുടെ ഹെഡിൻ്റെ ഈ റീജിയൻ തൊട്ട് ഇവിടം വരെയുണ്ട് എന്ത് നമ്മുടെ വെർട്ടിബ്രൽ കോളം. ഇവിടെ എന്തുണ്ടെന്നാ പറഞ്ഞത്, ഒരു സെൻട്രൽ ഹോളോ പോർഷൻ ഉണ്ട്. നോക്കി, ഇവിടെ എന്താണ്, ഒരു സെൻട്രൽ ഹോളോ പോർഷൻ ഉണ്ട്. അതിലൂടെയാണ് എന്ത് പോയിരിക്കുന്നത്, നമ്മുടെ സ്പൈനൽ കോഡ് പാസ് ചെയ്തിരിക്കുന്നത്. എന്ത് പാസ് ചെയ്തിരിക്കുന്നത്, സ്പൈനൽ കോഡ് പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ, സ്പൈനൽ കോഡ് പാസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് വേറെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിൽ വരുന്നത്, നമ്മുടെ അടുത്തത് എന്താണ്, ഇതിൽ ഒസിപിറ്റൽ കോണ്ടയിൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഹെഡ് റീജിയനിൽ തൊട്ടാണ് ഇത് ആരംഭിക്കുന്നത്, അല്ല സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെ വരുന്ന ഫസ്റ്റ് വെർട്ടിബ്രേനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, വെർട്ടിബ്രാനെ നമ്മൾ അറ്റ്ലസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് നമ്മൾ അറ്റ്ലസ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഒരു റീജിയൻ നമ്മുടെ സ്കൾ റീജിയനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ രണ്ട് നമ്മുടെ ഒസിപിറ്റൽ കോണ്ടയിലിൻ്റെ എന്താണ് സഹായത്തോടു കൂടിയാണ് അത് അവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ല അവിടെ അത് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഡൈകോണ്ടൈലിക് സ്കൾ എന്ന് പറയുന്നു കേട്ടോ. ഡൈകോണ്ടൈലിക് സ്കൾ എന്ന് പറയുന്നു. എന്താണ് നമ്മുടെ സ്കൾ റീജിയനിൽ, സുപ്പീരിയർ റീജിയനിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിയേ അല്ലേ, ഇത് നമ്മുടെ സ്കളാണ് ഇങ്ങോട്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം. അപ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു ഒക്സിപിറ്റൽ കോണ്ടയിലിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് അവിടെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, രണ്ട് ഒസിപിറ്റൽ കോണ്ടയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്തെന്ന് പറഞ്ഞത്, ഡൈകോണ്ടൈലിക് സ്കൾ എന്ന് പറഞ്ഞത്. ഓക്കെ, ഡൈകോണ്ടൈലിക് സ്കൾ എന്ന് പറഞ്ഞത് മനസ്സിലായോ. ഇവിടുത്തെ ഫസ്റ്റ് വെർട്ടിബ്രേനെ നമ്മൾ എന്തെന്നാ പറയുന്നത്, അറ്റ്ലസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അറ്റ്ലസ് എന്നാണ് പറയുന്നത്. എന്തെന്നാ പറയുന്നത്, അറ്റ്ലസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് വെർട്ടിബ്രേനെ നമ്മൾ എന്താ പറഞ്ഞത്, അറ്റ്ലസ് എന്ന് പറഞ്ഞു. ഇതെന്താണ്, ഒസിപിറ്റൽ കോണ്ടയിൽ ഇതെന്താണ് ആർട്ടിക്കുലേറ്റ് ചെയ്ത് അല്ലേ കാണപ്പെടുന്നുണ്ട്. ഇനി ഇതിനകത്ത് വരുന്നത് അല്ലേ നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയൊക്കെ, സെർവിക്കൽ, തൊറാസിക്, ലുംബാർ, സേക്രൽ ആൻഡ് കൊസീജിയൽ. ഏതൊക്കെയാണ്, സെർവിക്കൽ, തൊറാസിക്, ലുംബാർ, സേക്രൽ ആൻഡ് കൊസീജിയൽ. ഈ സെർവിക്കലിനകത്ത് എത്ര എണ്ണം ഉണ്ട്, 7 എണ്ണം ഉണ്ട്. ദെൻ തൊറാസിക്കിനകത്ത് 12, അത് കഴിഞ്ഞ് ലുംബാറിനകത്ത് 5, ദെൻ സേക്രലിനകത്ത് അവിടെ എന്താണ് 1 ഫ്യൂസിൽ, ഒന്നിൽ കൂടുതൽ പേര് ഫ്യൂസ് ചെയ്ത് ഫോം ചെയ്തിരിക്കുന്നതാണ്. ദെൻ കൊസീജിയലും. ഇത്രയാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. സെർവിക്കൽ, ദെൻ തൊറാസിക്, ലുംബാർ, സേക്രൽ ആൻഡ് കൊസീജിയൽ. ഇനി എന്താണ് നമ്മൾ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കിയാൽ അല്ലേ, ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ അല്ലേ, ഇതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതിന് ഓരോന്നിനും എന്തുണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് വൺ എന്താണ്, നമ്മുടെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ്. എന്താണ്, നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആരെ, സ്പൈനൽ കോഡിനെ. ദെൻ സെക്കൻഡ് വൺ എന്താണ്, നമ്മുടെ ഹെഡിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതും ആര് തന്നെയാണ്, നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ്. ദെൻ തേർഡ് വൺ എന്താണ്, നമ്മുടെ റിബ്സും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലുള്ള മറ്റ് മസ്കുലേച്ചർ, മറ്റ് പേശികളൊക്കെ ഉണ്ടല്ലോ, മസിൽസൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ഇവരുടെയൊക്കെ അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു മെയിൻ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്, നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ എന്താണ്, നമ്മുടെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്താണ് നമ്മുടെ ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ, നമ്മുടെ തലയെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് വെർട്ടിബ്രൽ കോളമാണ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് അറ്റ്ലസ് ആണ് അല്ലേ, ഫസ്റ്റ് ഹെഡിൻ്റെ റീജിയനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റ് വെർട്ടിബ്ര എന്ന് പറയുന്നത് ഏതാണ്, അറ്റ്ലസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്നിട്ട് എന്താണ് നമ്മൾ പറയുക, അവിടെ കൊസീജിയൽ അല്ലേ, കൊസീജിയൽ അല്ല
ഒസിപ്പിറ്റ് കോണ്ടിയിലുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും എന്താണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹെഡിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. പിന്നെ എന്താണ് പറഞ്ഞത്, നമ്മുടെ റിബ്സും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലുള്ള മറ്റ് മസിൽസിനെയൊക്കെ അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന ഒരു പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്, നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്, നമുക്കിനി ഒന്നും കൂടെ വേണമെങ്കിൽ ചിത്രം കാണാം വെർട്ടിബ്രൽ കോളത്തിൻ്റെ നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം. നോക്കിക്കേ, ഹെഡിൻ്റെ റീജിയനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടം വരെയുണ്ട് എന്തെന്ന് പറയുന്നത്, വെർട്ടിബ്രൽ കോളം എന്ന് പറയും. നമ്മൾ അതിനകത്ത് ഏതൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, തൊറാസിക് ഉണ്ട് അല്ലേ, തൊറാസിക് ഉണ്ട്, ദെൻ ലുംബാർ ഉണ്ട്, ദെൻ അത് കഴിഞ്ഞ് നമ്മൾ സീക്രം ഉണ്ടെന്ന് പറഞ്ഞു, ദെൻ കൊസീജിയിൽ ഏറ്റവും ടിപ്പ് അല്ലേ, അറ്റത്തെ ഏറ്റവും ടിപ്പ്, സെർവിക്കൽ വെർട്ടിബ്ര ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ സ്റ്റാർട്ടിങ്ങിൽ ഏതാണ് ഫസ്റ്റ് വെർട്ടിബ്ര എന്ന് പറയുന്നത്, അറ്റ്ലസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത എന്താണ്, സ്ട്രേണം. ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണെന്നാണ് പറഞ്ഞത്, ആക്സൈൽ സ്കെൽറ്റനകത്ത് വരുന്നതാണ്. ഏത്, നമ്മുടെ സ്കള്ള്, വെർട്ടിബ്രൽ കോളം ആൻഡ് സ്ട്രേണം. ഇനി സ്ട്രേണത്തിൻ്റെ പ്രത്യേകത എന്താണ്, സ്ട്രേണം എന്ന് പറയുമ്പോൾ എന്താണ്, സ്ട്രേണം എന്താണ്, നമ്മുടെ തൊറാക്സിൻ്റെ വെൻട്രൽ മിഡ്ലൈനിൽ കാണപ്പെടുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബോണാണ് ഇതെന്ന് പറയുന്നത് സ്ട്രേണം എന്ന് പറയുന്നത്. എന്താണ്, ഇതാണ് സ്ട്രേണം. ഏതാണ് സ്ട്രേണം, നമ്മുടെ വെൻട്രൽ മിഡ്ലൈൻ ഓഫ് തൊറാക്സ്, നമ്മുടെ തൊറാക്സിൻ്റെ വെൻട്രൽ മിഡ്ലൈനിൽ കാണപ്പെടുന്ന ഫ്ലാറ്റ് ബോൺ ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നോക്കിയോ, ടീച്ചർ ചിത്രം കാണിക്കാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സ്ട്രേണം എന്ന് പറയുന്നത്. കണ്ടോ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബോൺ അല്ലേ, പരന്ന അല്ലേ, എന്താണ് ഒരു ബോണാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ സ്ട്രേണം എന്ന് പറയുന്നത്. ഇതും എന്താണ്, ആക്സിയൽ സ്കെൽറ്റൻ്റെ പാർട്ടാണ്. കണ്ടോ, ഇതാണ് സ്ട്രേണമേ. ഓക്കെ, ഇതാണ് സ്ട്രേണം അല്ലേ, ഇതാണ് നമ്മുടെ നമ്മുടെ ആക്സിയൽ സ്കെൽറ്റൻ്റെ പാർട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ വെൻറ്റർലി ആണ് അല്ലേ. നമ്മുടെ വെർട്ടിബ്ര എങ്ങനെയായിരുന്നു, ഡോർസലി പ്ലേസ്ഡ് ആയിരുന്നു അല്ലേ. ഇതെങ്ങനെയാണ്, വെൻറ്റർലി ആണ് അല്ലേ, വെൻറ്റർലി ആണ്. എങ്ങനെയുള്ളതാണ്, നമ്മുടെ തൊറാക്സിൽ വെൻറ്റർലി കാണപ്പെടുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബോണാണ് ഏതെന്ന് പറയുന്നത്, സ്ട്രേണം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ സ്ട്രേണം എന്താണെന്ന്. ഇനി അടുത്ത എന്താണ്, റിബ്സ് അല്ലേ. സ്കള്ള്, വെർട്ടിബ്രൽ കോളം, സ്ട്രേണം ആൻഡ് റിബ്സ്. റിബ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്താണ്, നമ്മുടെ മാറലാണ്. ഓക്കെ, മാറലാണ് നമ്മുടെ റിബ്സ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞത്, 12 പേയേഴ്സ് ഉണ്ട്. എത്രയാണ്, 12 പേയേഴ്സ് ഉണ്ട് ഇവിടെ. ഇതിലെ എന്താണ്, ഇവിടെ ഓരോ റിബിലേക്കും എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെർട്ടിബ്രൽ കോളം ഡോർസലി വന്ന് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ സ്ട്രേനത്തിൽ നിന്ന് എങ്ങനെയായിരിക്കും, വെൻറ്റർലി വന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നോക്കിക്കോ, ചിത്രം കാണിക്കാവേ, നോക്കിക്കോ, നമുക്ക് പറയാം ഇതാണ് നമ്മുടെ റിബ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്തായിരിക്കും, വെർട്ടിബ്രൽ കോളം ആണ് അല്ലേ. ഫ്രണ്ടിൽ എന്താണ്, സ്ട്രേനം ഉണ്ട്. അപ്പോൾ ബാക്കിൽ വെർട്ടിബ്രൽ കോളം എന്ന് പറയുമ്പോൾ ഏത് സൈഡായിരിക്കും, ഡോർസലാണ് അല്ലേ, ഡോർസലാണ് അല്ലേ. ഇതാണ് അല്ലേ ഡോർസൽ, ബാക്ക് വശം. ദെൻ ഇതാണ് എന്ത്, വെൻറ്റർലി. ഇവിടെ എന്തുണ്ട്, സ്ട്രേനം ഉണ്ട്. അപ്പോൾ ഈ റിബ്സുകൾ, ഓരോ റിബുകളും വന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്, കണക്ട് ചെയ്തിട്ടുണ്ട്. ആരിലൊക്കെ, സ്ട്രേനവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ദെൻ നമ്മുടെ വെർട്ടിബ്രൽ കോളമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെർട്ടിബ്രൽ കോളമായിട്ട് എങ്ങനെയായിരിക്കും, ഡോർസലി കണക്റ്റഡ് ആണ്, സ്ട്രേനവുമായിട്ട് വെൻറ്റർലി കണക്റ്റഡ് ആണ്. ഇനി നോക്കി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബാക്കിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ വെർട്ടിബ്രൽ കോളം അല്ലേ, അതിങ്ങനെ വരുന്നു. നോക്കിക്കോ, ഇവിടുന്ന് അല്ലേ ഇങ്ങനെ, എന്നിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ സ്ട്രേനവുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ പുറകോട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഡോർസലി വെർട്ടിബ്രൽ കോളവുമായിട്ട് കണക്റ്റഡ് ആണ്, വെൻറ്റർലി എങ്ങനെയാണ്, സ്ട്രേനവുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. ഓക്കെ, അതാണ് ആ ഒരു പോയിന്റിൽ പറഞ്ഞത്. ഓരോ റിബുകളും നോക്കിക്കേ, 12 പേയേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ഓരോ റിബുകളും എങ്ങനെയാണ്, മാറല്ലുകളും അല്ലേ, എങ്ങനെയാണ്, ഡോർസലി ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, വെർട്ടിബ്രൽ കോളവുമായിട്ടും, വെൻറ്റർലി ആരുമായിട്ടാണ്, സ്ട്രേനവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആരുടെ സഹായത്തോടു കൂടിയാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർട്ടിലേജ്. ഏത് കാർട്ടിലേജ് ആണ്, ഹയാലിൻ കാർട്ടിലേജിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ, ആരുടെയൊക്കെയാണ്, നമ്മുടെ ഹയാലിൻ കാർട്ടിലേജിൻ്റെ സഹായത്തോടു കൂടിയാണ് എങ്ങനെ, വെൻറ്റർലി ആരുമായിട്ട്, സ്ട്രേനവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതും, ഡോർസലി വെർട്ടിബ്രൽ കോളവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതും ഹയാലിൻ കാർട്ടിലേജിൻ്റെ സഹായത്തോടു കൂടിയാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിനകത്ത് ആരൊക്കെയുണ്ട്, ബോണും ഉണ്ട്, കുറച്ച് കാർട്ടിലേജസും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അത് നമ്മൾ ഫസ്റ്റ് കാണുവാണ് ഏത്, ഹയാലിൻ കാർട്ടിലേജ്. ഇതെന്താണ്, നമ്മുടെ റിബിനെ
എന്താണ് നമ്മുടെ ഓരോ റിബുകൾ അല്ലേ, അതെന്ന് പറയുന്ന ഓരോ തിൻ ഫ്ലാറ്റ് ബോൺ ആണെന്നാണ് പറഞ്ഞില്ല. ഈച്ച് റിബു എങ്ങനെയാണ് തിൻ ഫ്ലാറ്റ് ബോൺ ആണ്. അതെങ്ങനെയാണ് വെർട്ടിബ്രൽ കോളോ ആയിട്ട് ഡോർസലി കണക്റ്റഡ് ആണ്, സ്ട്രേനോ ആയിട്ട് വെൻട്രലി കണക്റ്റഡ് ആണ്. നിങ്ങൾ ചിക്കൻ കുഴിമന്തി കഴിക്കാൻ പോലെ ചിക്കൻ ഇല്ലേ, ഫുൾ ചിക്കൻ ഒന്ന് ഓർത്ത് നോക്കി, അതിൻ്റെ നെഞ്ചും കൂടി കണ്ടിട്ടില്ലേ, അതേ സെയിം തന്നെ അല്ലേ, കുറച്ച് വ്യത്യാസമുണ്ട് അല്ലേ. അതെങ്ങനെയാണ് അവർ വെർട്ടിബ്രൽ കോളോ ആയിട്ട് കണക്റ്റഡ് ആണ്, ദെൻ സ്ട്രേനോ ആയിട്ട് കണക്റ്റഡ് ആണ്. ഇനി 3 ടൈപ്പ് ഓഫ് റിബ്സുകളുണ്ട്. നമുക്ക് 12 പെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിലെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണ്. 3 ടൈപ്സ് ഓഫ് റിബ്സുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ട്രൂ റിബ്സ്, ദെൻ സെക്കൻഡ് വൺ ആണ് ഏത് ഫോൾസ് റിബ്, ദെൻ തേർഡ് വൺ ആണ് ഏത് ഫ്ലോട്ടിംഗ് റിബ്. ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. ട്രൂ ഉണ്ട്, ഫോൾസ് ഉണ്ട്, ദെൻ ഏതാണ് ഫ്ലോട്ടിംഗ് റിബ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൂ റിബിൻ്റെ പ്രത്യേകത നോക്കാം. ആദ്യത്തെ 7 റിബുകളെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, ട്രൂ റിബുകളാണ് അല്ലേ. നമ്മുടെ ഇതിൻ്റെ ചിത്രം നോക്കിക്കേ, ഇതിലെ ആദ്യത്തെ 7 എണ്ണം, ആദ്യത്തെ 7 റിബുകൾ എന്താന്നാ പറഞ്ഞത്, ട്രൂ റിബുകളാണ്. നോക്കിക്കേ, ഇതാണ് 1 2 3 4 5 6 7. ഇതാണ് ആദ്യത്തെ 7 എണ്ണം. ഇതെന്താണ്, ട്രൂ റിബുകളാണ്. നമ്മൾ ട്രൂ ലവ് എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ എന്താണ്, ഇവർ നല്ല ട്രൂ ആയിട്ടുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഇതാണ് ഏതെന്ന് പറയുന്നത് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഡോർസലി ദേ ആർ അറ്റാച്ച്ഡ് ടു ദി തൊറാസിക് വെർട്ടിബ്രേ ആൻഡ് വെൻട്രലി കണക്റ്റഡ് ടു ദി സ്ട്രേനം. എങ്ങനെയാണ് ഇവർ ഡോർസൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരണം അല്ലേ, ഡോർസൽ ഇതാണ്, വെൻട്രൽ ഇതാണ്. ഓക്കെ, എങ്ങനെയാണ് ഡോർസലി ഇവർ തൊറാസിക് വെർട്ടിബ്രേ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. വെൻട്രലി ആരുമായിട്ടായിരിക്കും, സ്ട്രേനവോ ഉള്ളൂ അവിടെ അല്ലേ. അപ്പോൾ എന്താണ്, വെൻട്രലി അവർ സ്ട്രേനോ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഡോർസലി വെർട്ടിബ്രൽ കോളം ആണ്, അതിലാരാണ് തൊറാസിക് വെർട്ടിബ്രേ ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഒരു സെക്കൻഡ്. ഡോർസലി ദേ ആർ അറ്റാച്ച്ഡ് ടു ദി തൊറാസിക് വെർട്ടിബ്രേ. അവരെന്താണ്, ഡോർസലി അവർ തൊറാസിക് വെർട്ടിബ്രേ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. വെൻട്രലി എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, സ്ട്രേനോ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. തൊറാസിക് വെർട്ടിബ്രേ ഒക്കെ നമ്മൾ എവിടെ പറഞ്ഞതാ, വെർട്ടിബ്രൽ കോളത്തിനകത്ത് പറഞ്ഞായിരുന്നു അല്ലേ, തൊറാസിക് അല്ലേ, അതുപോലെ തന്നെ സെർവിക്കൽ, ലുംബാർ. അപ്പോൾ അതിലെ തൊറാസിക് വെർട്ടിബ്രേ ആയിട്ടാണ് നമ്മുടെ ട്രൂ റിബ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡോർസലി കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഡോർസലി അവർ തൊറാസിക് വെർട്ടിബ്രേ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. വെൻട്രലി അവിടെ ആരോ ഉള്ളൂ, സ്ട്രേനോ ഉള്ളൂ. അപ്പോൾ സ്ട്രേനോ ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, കണക്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ 7 റിബുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രൂ റിബുകൾ എന്ന് പറയുന്നത്. ദെൻ അടുത്ത എന്താണ്, ഫോൾസ് റിബ് അല്ലേ. ഫോൾസിനകത്ത് തന്നെ ഉണ്ട് എന്താണ്, അവർ ഫോൾസ് ആയിട്ടുള്ളതാണ് അല്ലേ. അതിൽ ഏതൊക്കെയാണ്, 7 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ 8 9 10 ഈ 3 എണ്ണം, 8 9 10 ഈ 3 പെയേഴ്സും എങ്ങനെയുള്ളതാണ്, ഇവരാണ് ഫോൾസ് റിബുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഫോൾസ് റിബുകൾ എന്ന് പറയുന്നത് ഇവരെങ്ങനെയാണ്, നമ്മൾ പറഞ്ഞായിരുന്നു ഹയാലിൻ കാർട്ടിലേജിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. പക്ഷേ എന്താണ്, ഇവർക്ക് ആ കണക്ഷൻ ഇല്ല. ആർക്കില്ല, 8 9 10 ഈ 3 പെയേഴ്സിനും എന്തില്ല, കണക്ഷൻ ഇല്ല. ഹയാലിൻ കാർട്ടിലേജിൻ്റെ സഹായത്തോടു കൂടിയല്ല ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്താണ്, നമ്മുടെ 7ാമത്തെ റിബ് ഹയാലിൻ കാർട്ടിലേജിൻ്റെ സഹായത്തോടു കൂടി ഡോർസലി വെർട്ടിബ്രൽ കോളോ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. വെൻട്രലി ആരുമായിട്ടാണ്, സ്ട്രേനോ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഫോൾസ് റിബ് അല്ലെങ്കിൽ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് പറയുന്നു. എന്താണ്, വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ്. ഇത്രേ ഉള്ളൂ സംഭവം. എന്താണ്, ഇതാണ് നമ്മുടെ അല്ലേ, നമ്മൾ പറയും ആദ്യത്തെ 7 എണ്ണം എന്താണ്, ട്രൂ റിബുകളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള 8 9 10 മൊത്തം 12 പെയേഴ്സ് റിബുകളാണ് നമ്മളുള്ളതെന്ന് പറഞ്ഞു. അതിലെ 8ഉം 9ഉം 10ഉം ഇവരെങ്ങനെയാണ്, ഇവർ സ്ട്രേനവും വെർട്ടിബ്രൽ കോളോ ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലേ, കണക്റ്റഡ് ആണ്. പക്ഷേ ആരുടെ സഹായമില്ലെന്നാണ് പറഞ്ഞത്, ഹയാലിൻ കാർട്ടിലേജിൻ്റെ സഹായമില്ല അല്ലേ. അതെ, അവരെന്ത് ചെയ്തില്ല, സ്ട്രേനോ ആയിട്ട് അവർ ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല അല്ലേ. സ്ട്രേനോ ആയിട്ട് അവരെന്താണ്, ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല. നോക്കിക്കേ, 8 9 10 എങ്ങനെയാണ്, സ്ട്രേനോ ആയിട്ട് മറ്റവരെ പോലെ ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല. പക്ഷേ 7ാമത്തെ റിബ് എങ്ങനെയാണ്, നമുക്കറിയാം അവർ 1 തൊട്ട് 7 വരെയുള്ളവർ
ട്രൂ റിബാണ്. കാരണം എന്താണ്, അവർ നേരിട്ട് അല്ലേ ഹയാലിൻ കാർട്ടിലേജിൻ്റെ സഹായത്തോടു കൂടി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രേനോ ആയിട്ടും വെർട്ടിബ്രൽ കോളോ ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഏതാണ്, ഫ്ലോട്ടിംഗ് റിബ് എന്ന് പറയും. അത് നമ്മുടെ ലാസ്റ്റ് വരുന്നതാണ്. ഫ്ലോട്ടിംഗ് റിബ്സുകൾ ഏതൊക്കെയാണ്, 11ാമത്തെയും 12ാമത്തെയാണ് നമ്മുടെ ഫോൾസ് റിബ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്തിട്ടില്ല, ഇവർ വെൻഡർലി കണക്റ്റഡ് അല്ല. വെൻഡർലി എന്ന് പറയുമ്പോൾ ആരാണ് അവിടെ, സ്ട്രേനോ ആയിട്ട് അല്ലേ, സ്ട്രേനോ ആയിട്ട് ഇവർ കണക്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇവർ എന്തെന്നാ പറയുന്നത്, ഫ്ലോട്ടിംഗ് റിബ് എന്നാണ് പറയുന്നത്. നോക്കിക്കേ 11ഉം 12ഉം കണ്ടോ, നോക്കിക്കേ ഏറെ നിൽക്കുന്ന പോലെയാണ് അല്ലേ. ഇത് 11ഉം 12ഉം കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ നിൽക്കുകയാണ് അവരല്ലേ, ഒരു റാ പോലെ അല്ലേ. അവർക്ക് ആരുമായിട്ട് കണക്ഷൻ ഇല്ല, സ്ട്രേനോ ആയിട്ട് ഇവർക്ക് എന്തില്ല, കണക്ഷൻ ഇല്ല. പക്ഷേ എന്ത്, വെർട്ടിബ്രൽ കോളോ ആയിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ട്, പക്ഷേ എന്തില്ല, സ്ട്രേനോ ആയിട്ട് ഇവർക്ക് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ എന്തെന്നാ പറയുന്നത്, ഫ്ലോട്ടിംഗ് റിബ് എന്നാണ് പറയുന്നത്. ഇവർക്ക് എന്താണ്, വെൻഡർലി എന്തില്ല, കണക്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവരെ ഫ്ലോട്ടിംഗ് റിബ് എന്നാണ് പറയുന്നത്. അപ്പം അവസാനത്തെ 2 പേയേഴ്സ്. അപ്പം 3 ടൈപ്പ് ഓഫ് റിബുകളുണ്ട്. ഏതാണ്, ട്രൂ റിബ് ഉണ്ട്, ഫോൾസ് ഉണ്ട്, ദെൻ ഫ്ലോട്ടിംഗ് റിബ്. ഫോൾസ് റിബിൻ്റെ മറ്റൊരു പേരാണ് ഏതെന്ന് പറയുന്നത്, വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് പറയുന്നത്. ഇനി റിബ് കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ മാറൽ എന്നൊക്കെ പറയത്തില്ലേ, അതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്, തൊറാസിക് വെർട്ടിബ്രെ, റിബ്സ് ആൻഡ് സ്ട്രേനം. ഇവരെല്ലാം ചേരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, അതൊരു റിബ് കേജ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, തൊറാസിക് വെർട്ടിബ്രെ, ഇത് ഏതിൻ്റെ പാർട്ടാണ്, നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ പാർട്ടാണ് തൊറാസിക് വെർട്ടിബ്രെ എന്ന് പറയുന്നത്. ദെൻ റിബ്സ്, അത് കഴിഞ്ഞതാണ് സ്ട്രേനം. ഇത് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത്, റിബ് കേജ്. ഇത് 3 ചേരുമ്പോഴാണ് നമ്മൾ മാറിൽ എന്ന് പറയുന്നത് ഫോം ചെയ്തിരിക്കുന്നത്, റിബ് കേജ്. കണ്ടോ, ഇതാണ് നമ്മുടെ ചിത്രം. നോക്കിക്കേ 1 to 7 എന്ന് പറയുന്നത് ട്രൂ റിബാന്ന് പറഞ്ഞു. അവിടുന്ന് 8 തൊട്ട് 10 വരെയുള്ളത് ഫോൾസ് റിബുകളാന്ന് പറഞ്ഞു. ദെൻ 11ഉം 12ഉം ഫ്ലോട്ടിംഗ് റിബ് അല്ലേ, ഫ്ലോട്ടിംഗ് റിബാന്ന് പറഞ്ഞു. ഇനി എന്താണ് പറഞ്ഞത്, ഇവരെല്ലാം ചേർന്നിട്ട് ആരൊക്കെയാണ്, തൊറാസിക് വെർട്ടിബ്രെ, ദെൻ റിബ്, ദെൻ സ്ട്രേനം. സ്ട്രേനം ഇതാണ് അല്ലേ, വെൻഡേർലി കാണപ്പെടുന്ന ഒരു ഫ്ലാറ്റ് ബോൺ ആണ്. നമ്മുടെ തൊറാക്സിൽ കാണപ്പെടുന്ന, വെൻഡേർലി കാണപ്പെടുന്ന ഒരു ഫ്ലാറ്റ് ബോൺ ആണ് ഏതെന്ന് പറയുന്നത്, സ്ട്രേനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചേരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ റിബ് കേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇത്രയാണ് ഏതിനകത്ത് വരുന്നത്, നമ്മുടെ ആക്സൈൽ സ്കൾട്ടിനകത്ത് വരുന്നത്. ഏതൊക്കെയാണ്, സ്കള്ള്, വെർട്ടിബ്രൽ കോളം, അതിൻ്റെ പ്രത്യേകം നമ്മൾ കണ്ടു, ദെൻ സ്ട്രേനം പറഞ്ഞു, ദെൻ റിബ്. ഇനി അടുത്ത ഏതാണ്, അപ്പൻഡിക്കുലാർ സ്കൾട്ടനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൻഡിക്കുലാർ സ്കൾട്ടൻ, നമ്മൾ പറഞ്ഞു സ്കൾട്ട സിസ്റ്റത്തെ 2ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, ആക്സിയൽ സ്കെൽട്ടൻ, ദെൻ സെക്കൻഡ് വൺ ആണ് ഏത്, അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. അതിൽ അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ ഇതിനകത്ത് ആരൊക്കെയാണ് വരുന്നതെന്ന് അറിയാവോ, നമ്മുടെ ലിംസുകൾ ഏതൊക്കെയാണ്, നമ്മുടെ കൈകളും ഉണ്ട്, കാലുകളും ഉണ്ട് അല്ലേ. ഇനി അതുപോലെ തന്നെ ഏതും വരുന്നുണ്ട് ഇതിനകത്ത്, നമ്മുടെ ഗിർഡിൽസ് കേട്ടോ. ഗിർഡിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഈ തോളും നമ്മുടെ ഈ കൈയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, തോളുമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ കാല് എവിടെയാണ്, നമ്മുടെ അരഭാഗമായിട്ട് എന്താണ്, കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു കണക്റ്റഡ് ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗിർഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലിംസും അതുപോലെ തന്നെ ഗിർഡിൽസും ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്, അപ്പൻഡിക്കുലാർ സ്കൾട്ടനകത്ത് വരുന്നത്. ദ ബോൺസ് ഓഫ് ദ ലിംസ് എലോങ് വിത്ത് ദ ഗിർഡിൽസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പൻഡിക്കുലാർ സ്കൾട്ടൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കൈകളിൽ വരുന്ന അല്ലെ, കൈ റീജിയനിൽ, നമ്മുടെ എന്താണ് ഹാൻഡ് റീജിയനിൽ വരുന്ന ലിംബുകൾ അല്ലെ, ബോണുകൾ ഏതൊക്കെയാണ്, ലിംബുകൾ അല്ല ബോണുകൾ, ബോൺസ് ഓഫ് ഹാൻഡ് അല്ലെ, 4 ലിംസിൽ വരുന്ന ബോൺസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പസ്, മെറ്റാകാർപ്പസ്. ഏതൊക്കെയാണ്, ഹ്യൂമറസ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, അൾനയുണ്ട്, ദെൻ എന്താണ് കാർപ്പസ്, മെറ്റാകാർപ്പസ്, ലാസ്റ്റ് വൺ ആണ് ഏത്, ഫലാഞ്ചസ്. ഏതൊക്കെയാണ്, HRUCMP ഉണ്ടോ, HRUCMP ആണ് ഇതിൻ്റെ ഷോർട്ട് ഫോമേ. എന്താണ് HRUCMP എന്ന് പറയുമ്പോൾ എന്താണ്, ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പസ്, മെറ്റാകാർപ്പസ്, ലാസ്റ്റ് വൺ ആണ് ഏത്, ഫലാഞ്ചസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഏതിൽ വരുന്നത്, നമ്മുടെ 4 ലിംബിൽ വരുന്ന ബോൺസുകളാണ് അല്ലേ. നമ്മൾ പറഞ്ഞു മൊത്തം 206 ബോൺസ് ഉണ്ട്. ആക്സൈൽ സ്കൾട്ടൻ അല്ലെ, അതിനെ നമ്മൾ ആക്സൈലും അപ്പൻഡിക്കുലാറും ഒക്കെ ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ആക്സൈലിനകത്ത് 80 എണ്ണം ഉണ്ട്. ദെൻ ബാക്കി നമ്മൾ എവിടെയാണ് കാണപ്പെടുന്നത്, നമ്മുടെ അപ്പൻഡിക്കുലാർ സ്കൾട്ടനകത്താണ്. അതിൽ ഫസ്റ്റ് 4 ലിംബിലാണ് ഏത്, ഹ്യൂമറസ്, റേഡിയസ്,
അല്ലേ? ഫോർ ലിംബിൽ വരുന്ന ബോൺസുകളാണ് ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പസ്, മെറ്റാകാർപ്പസ്, ഫലാഞ്ചസ്. ഇനി നോക്കിക്കേ, ഇതിന് ചിത്രം വെച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞുതരാം ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിക്കോ. ഇവിടുന്ന് നമ്മുടെ തോളിൻ്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലേ? സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് കുറച്ചിങ്ങ് വന്നിരിക്കുന്ന ഈ ഒരു ബോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹ്യൂമറസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഹ്യൂമറസ് എന്ന് പറയുന്നത്. ദെൻ അവിടുന്ന് എന്ത് ചെയ്തിരിക്കുവാണ്? നമ്മുടെ ബോണുകൾ വന്നിട്ട് ഇതുണ്ടോ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? രണ്ടായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ? അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? ഒരെണ്ണത്തിന് നമ്മൾ റേഡിയസ് എന്നും ഒരെണ്ണത്തെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? അൾന എന്നും പറഞ്ഞു. എന്താണ്? റേഡിയസ്, ദെൻ റേഡിയസ്, അൾന. ദെൻ അവിടുന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ എന്താണ് ഈ കൈക്കുഴയൊക്കെ പറയത്തില്ല, ഇത് ഇവിടെ ആണ് എന്തെന്ന് പറയുന്നത്? കാർപ്പൽസ് എന്ന് പറയുന്നത്. ദെൻ അവിടുന്ന് കൈപ്പത്തി അല്ലെ? ഇവിടെ എന്താണ് നമ്മൾ മെറ്റാകാർപ്പൽസ്. ദെൻ ലാസ്റ്റ് വണ്ണാണ് നമ്മുടെ ഫിംഗർ ടിപ്പ് അല്ലെ? ആ റീജിയൻ ഒക്കെയാണ് ഏതെന്ന് പറയുന്നത്? ഫലാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഏതൊക്കെയാണ്? ഹ്യൂമറസ് കണ്ടോ, നമ്മുടെ തോളിൻ്റെ ഇവിടുന്ന് വന്ന് അല്ലേ, ഇവിടെ നിന്ന് വരുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹ്യൂമറസ് എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മുടെ അസ്ഥി എന്ത് ചെയ്തു? രണ്ടായിട്ട് മാറി അല്ലേ? രണ്ടായിട്ട് മാറി. അതിലൊരെണ്ണം നമ്മൾ റേഡിയസ് എന്നും ദെൻ അൾന എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് എന്താണ് നമ്മുടെ ഈ കൈയുടെ അല്ലേ, ഇവിടെ കൈക്കുഴ എന്നൊക്കെ നമ്മൾ പറയും, ഇതെന്താണ്? കാർപ്പൽസ് ആണ്. ദെൻ അവിടുന്ന് എന്താണ്? കൈപ്പത്തിയുടെ ഈ ഭാഗം വരുന്നത് മെറ്റാകാർപ്പൽസ്. ലാസ്റ്റ് വൺ ആണ് ഏത്? ഫലാഞ്ചസ്. ഇത്രയാണ് നമ്മുടെ ഫോർ ലിംബിൽ വരുന്ന ബോൺസുകൾ. ഇനി അടുത്തത് ഏതാണ്? നമ്മുടെ കാലിൻ്റെ അല്ലേ? കാലിൻ്റെ. അപ്പോൾ നമ്മുടെ ലെഗിൽ വരുന്ന ബോൺസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഫിമർ, ടിബിയ, ഫൈബുള, ടാർസൽസ്, മെറ്റാടാർസൽസ് ആൻഡ് ലാസ്റ്റ് വൺ ആണ് ഫലാഞ്ചസ്. ഫലാഞ്ചസ് നമുക്ക് കോമൺ ആണ്. എവിടെയുണ്ട്? നമ്മുടെ കയ്യിലും ഉണ്ട് കാലിലും ഉണ്ട് അല്ലേ? അപ്പോൾ ഫലാഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? കോമൺ ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഫിമർ, ടിബിയ, ഫൈബുള, ടാർസൽസ്, മെറ്റാടാർസൽസ്, ഫലാഞ്ചസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയാണ് നമ്മുടെ ഹൈൻഡ് ലിംബിൽ വരുന്ന അല്ലെ നമ്മുടെ ലെഗിൽ വരുന്ന ബോൺസുകൾ. ഫിമർ എന്ന് പറയുന്നത് നമ്മുടെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ബോണാണ്. ദെൻ ടിബിയ, ഫൈബുള, ടാർസസ് എന്ന് പറയുന്നത് നമ്മുടെ ആങ്കിൾ ബോൺസ് ആണ്. അത് 7 എണ്ണം ഉണ്ട്. മെറ്റാടാർസൽസ് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ദെൻ ഫലാഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിജിറ്റ് അല്ലേ, നമ്മുടെ വിരലിൻ്റെ അല്ലേ, അവിടെ എത്ര എണ്ണം ഉണ്ട്? 14 എണ്ണം ഉണ്ട്. ഈ പാറ്റല്ല എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? നമ്മുടെ കാൽമുട്ടിൻ്റെ ഭാഗത്തില്ലേ കാണപ്പെടുന്ന, നമ്മൾ ചിരട്ട എന്നൊക്കെ പറയത്തില്ലേ, മുട്ട് ചിരട്ട എന്നൊക്കെ പറയത്തില്ലേ? ഓക്കെ, ആ ഒരു റീജിയനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാറ്റല്ല എന്ന് പറയുന്ന ഒരു കപ്പ് ഷേപ്പ്ഡ് സ്ട്രക്ചറാണ്. എന്താണ്? ഒരു കപ്പ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. മുട്ടിൻ്റെ അകഭാഗത്ത് എന്താണ്? ഒരു പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു കവറിങ് ആണ് ഏതെന്ന് പറയുന്നത്? ഈ പാറ്റല്ല എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെ നമ്മൾ നീ കാപ്പ് എന്ന് പറയും കേട്ടോ. എന്താണ്? പാറ്റല്ല. ഇതിൻ്റെ പേരെന്താണ്? പാറ്റല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലെഗിൽ വരുന്ന ബോൺസുകൾ. ഏതൊക്കെയാണ്? ഫിമർ, ടിബിയ. ഫിമർ ആണ് ഏത്? ലോങ്ങസ്റ്റ് ബോൺ എന്ന് പറയുന്നത്. ദെൻ ടിബിയ, ഫൈബുള, ദെൻ ടാർസൽസ്, മെറ്റാടാർസൽസ്, ഫലാഞ്ചസ്. നോക്കിയേ, നമ്മുടെ ചിത്രം നോക്കിക്കേ. ഇതാണ് നമ്മുടെ ലെഗിൻ്റെ ചിത്രം. ഇതിൽ നമ്മൾ കണ്ടോ, നമ്മുടെ ഹിപ്പ് റീജിയനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരുമ്പോഴേക്കും എന്താണ്? ഇത് ഫിമർ ആണ്. ദെൻ പാറ്റല എവിടെയാണ്? നീക്കാപ്പ എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ കാൽമുട്ടിൻ്റെ അവിടെ കാണപ്പെടുന്ന ഒരു കവറിങ് ആണ് ഏതെന്ന് പറയുന്നത്? പാറ്റല എന്ന് പറയുന്നത്. നോക്കിക്കോ, പാറ്റല എന്ന് പറയുന്നത്. ദെൻ അവിടുന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ കയ്യിലെ വന്നതുപോലെ സെപ്പറേറ്റ് 2 ഇതായിട്ട് മാറിയിരിക്കുകയാണ്. അതിലെ ഒരെണ്ണം ടിബിയ എന്നും മറ്റേത് ഫൈബുള എന്നും. ദെൻ നമ്മുടെ കാലിൻ്റെ അല്ലേ, ഉപ്പൂറ്റിയുടെ ഭാഗം വരുമ്പോഴേക്കും എന്താണ്? ടാർസൽസ്. ദെൻ അവിടുന്ന് കാൽപാദത്തിൻ്റെ അവിടെ എന്താണ്? മെറ്റാടാർസസ്. ലാസ്റ്റ് നമ്മുടെ ഫിംഗേഴ്സ് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഫലാഞ്ചസ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ലെഗിൽ വരുന്ന ബോൺസുകൾ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എന്താണ്? നമ്മൾ പറഞ്ഞു ഇത് മാത്രമല്ല അല്ലേ, ഏത് ലിംസ്, ഫോർ ലിംബും ഹൈൻഡ് ലിംബും മാത്രമല്ല, അതിൻ്റെ കൂടെ ആരും ഉണ്ടെന്നാണ് പറഞ്ഞത്? ഗിർഡിൽസും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതിൽ ഫസ്റ്റ് വൺ ആണ് പെക്ടോറലും പെൽവിക്കും. ഓക്കെ, ഈ 2 ടൈപ്പ് ഓഫ് ഗിർഡിലാണുള്ളത്, പെക്ടോറലും പെൽവിക്കും. അതിൽ പെക്ടോറൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അടുത്തത് പെക്ടോറൽ ഗിർഡിനെ കുറിച്ചാണ് പറയുന്നത്. പെക്ടോറൽ ഗിർഡിലും ഉണ്ട്, ദെൻ പെൽവിക് ഗിർഡിലും ഉണ്ട്. അതിൽ പെക്ടോറൽ ഗിർഡിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫോർ ലിംബിനെ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, തോളുമായിട്ട്. അതായത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ വെർട്ടിബ്രൽ കോളം അല്ലല്ലോ, നമ്മുടെ അപ്പർ ലിംസ്. Pectoral guilty bones help in the articulation of the upper limbs with the axial skeleton. ഓക്കെ, ആക്സിയൽ സ്കെൽറ്റനുമായിട്ട്
കണക്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? പെക്ടോറൽ ഗിൽഡിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇതിൽ ഓരോ ഗിൽഡിലും രണ്ട് ബോൺസുകൾ ചേർന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാവിക്കിലും അതുപോലെ തന്നെ സ്കാപ്യുല എന്ന് പറഞ്ഞ രണ്ട് ബോൺസുകളാണുള്ളത്. ഓക്കെ, പെക്ടോറൽ ഗിൽഡിൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു അപ്പൻഡിക്കുലർ സ്കെൽറ്റനകത്ത് വരുന്നതാണ് നമ്മുടെ ഫോർ ലിംബും ഹൈൻഡ് ലിംബും. അതിൽ ഫോർ ലിംബിനെ നമ്മുടെ ഷോൾഡറുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്നത് അല്ലേ. നമ്മൾ അതിൻ്റെ താഴത്തെ ഭാഗമാണ് പറഞ്ഞത് ഹ്യൂമറസ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, അൾന ഉണ്ടെന്ന് അല്ലേ. ഈ ഹ്യൂമറസിനെ നമ്മുടെ തോൾ റീജിയനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗമാണ് പെക്ടോറൽ ഗിൽഡിൽ. അവിടെ രണ്ട് ടൈപ്പ് ഓഫ് ബോൺസുകളുണ്ട്. ഏതൊക്കെയാണ്? ക്ലാവിക്കലും സ്കാപ്പുല എന്ന് പറയുന്നത്. ഈ സ്കാപ്പുല എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണെന്നാണ് പറഞ്ഞത്? എ ലാർജ് ട്രയാങ്കുലർ ഫ്ലാറ്റ് ബോൺ ആണ്. ഒരു ത്രികോണ ആകൃതി കാണപ്പെടുന്ന ഒരു വലുതായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പരന്ന ടൈപ്പ് ഓഫ് ബോൺസുകളാണ് ഇതെന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഒരു സ്ലൈറ്റ്ലി എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു റിച്ച് പോർഷൻ ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പൈൻ എന്ന് പറയുന്നത്. ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ആക്രോമിയോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലിനോയിഡ് ക്യാവിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ഹ്യൂമറസിൻ്റെ ആ ഒരു ഹെഡ് റീജൻ ഉണ്ടല്ലോ, ആ പോർഷൻ വന്ന് നമ്മുടെ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അത് ഫുൾ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഷോൾഡർ ജോയിൻറ്റ് അല്ലേ ഫോം ചെയ്യുന്നത്. എങ്ങനെയാണ്? ഹ്യൂമറസ് എന്ന് പറയുന്നത് അല്ല, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റീജിയനാണ്. അപ്പോൾ ഈ ഹ്യൂമറസ് നമ്മുടെ ഷോൾഡർ റീജിയനുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷനാണ് ഏതെന്ന് പറയുന്നത്? ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ക്ലാവിക്കൽ നമ്മൾ കോളാർ ബോൺ എന്ന് പറയും. ഇതും എങ്ങനെയുള്ളതാണ്? ഒരു ലോങ് സ്ലെൻഡർ ആയിട്ടുള്ള ബോണാണ്. അവിടെ രണ്ട് കർവേച്ചേഴ്സും ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? രണ്ട് കർവേച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഏതിനകത്ത് വരുന്നത്? പെക്ടോറൽ ഗ്രിഡിലിനകത്ത് വരുന്നത്. നമ്മുടെ ഫോർലിംബ് ഉണ്ടല്ലോ മക്കളെ, അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്ത് നിർത്തണം അല്ലേ. ഇതിങ്ങനെ ഏറെ നിൽക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി അവിടെ വേറെ കുറച്ച് പാർട്സുകളും ഉണ്ട്. അതിൽ വരുന്ന ബോൺസുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ക്ലാവിക്കലും സ്കാപ്പുല എന്ന് പറയുന്നതും. ഈ സ്കാപ്പുല എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണെന്നാണ് പറഞ്ഞത്? ട്രയാങ്കിൾ ആയിട്ടുള്ള അല്ലേ, ത്രികോണ ആകൃതിയിലുള്ള ഒരു ഫ്ലാറ്റ് ടൈപ്പ് ഓഫ് ബോൺ ആണ്. അവിടെ സ്പൈനുകളുണ്ടെന്ന് പറഞ്ഞു. ആ സ്പൈൻ്റെ പ്രൊജക്ഷൻ അല്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്രോമിയോൺ എന്ന് പറഞ്ഞത്. ദെൻ അവിടെ ക്ലിനോയിഡ് ക്യാവിറ്റി ഉണ്ട്. ക്ലിനോയിഡ് ക്യാവിറ്റി നമ്മുടെ ഹ്യൂമറസിനെ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് അല്ലേ. ആ ഒരു സ്പേസ്, ആ ഒരു ഏരിയയാണ് നമ്മൾ ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ദെൻ ക്ലാവിക്കൽ എന്ന് പറയുന്നത് ഒരു ലോങ് സ്ലെൻഡർ ആയിട്ടുള്ള ഒരു ബോണാണ്. ഓക്കെ, ഈ ചിത്രം കണ്ടോ? ഇവിടെ ഫോർലിംബിൻ്റെ ചിത്രം കണ്ടോ? ഇതാണ് നമ്മുടെ ക്ലാവിക്കൽ എന്ന് പറയുന്നത്. കണ്ടോ? ഇവിടെയാണ് ഏത്? സ്കാപ്പുല. അപ്പോൾ ഈ ക്ലാവിക്കലും സ്കാപ്പുലയുടെയും ജോയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ആര് വന്നിരിക്കുന്നത്? ഹ്യൂമറസ് വന്നിരിക്കുന്നത് അല്ലേ. അവിടുന്ന് ഇവിടെ ഇവിടെ ഒരു ഗ്ലിനോയിഡ് ക്യാവിറ്റി ഉണ്ട് അല്ലേ. ആ ക്യാവിറ്റിയുടെ ആ ഒരു പ്ലേസിലായിട്ടാണ് അല്ലേ ഷോൾഡറുമായിട്ട് കണക്ട് ചെയ്ത് ഇവ തമ്മിൽ ഇങ്ങനെ വന്നിട്ട് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ഹ്യൂമറസ് എന്ന് പറയുന്ന നമ്മുടെ ബോണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഏതിനകത്ത് വരുന്നത്? പെക്ടോറൽ ഗിർഡിലിനകത്ത് വരുന്നത്. ദെൻ അടുത്ത പെൽവിക് ഗിർഡിൽ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 2 കോക്സൽ ബോൺസ് ആണ്. ഇത് ഫോം ചെയ്തിരിക്കുന്നത് 3 ബോൺസിൻ്റെ ഫ്യൂഷനാണ് കേട്ടോ. ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 3 ബോൺസ്. 3 ബോൺസുകളുടെ ഫ്യൂഷനോടുകൂടിയാണ് ഏത് ഫോം ചെയ്തിരിക്കുന്നത്? പെൽവിക് ഗിർഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ് കേട്ടോ. ഈ 3 ബോണുകളുടെ സഹായത്തോടു കൂടിയാണ്. ദെൻ ഇവിടെ ഇവർ ജോയിൻ ചെയ്യുന്ന അവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസെറ്റബുലം എന്ന് പറയുന്നത് കേട്ടോ. അസെറ്റാബുലം എന്ന് പറയുന്നത്. ദെൻ പറഞ്ഞത്? 2 കോക്സൽ ബോൺസ് ആണുള്ളത്. പക്ഷെ അവിടെ 3 ബോൺസിൻ്റെ ഫ്യൂഷനോട് കൂടിയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെ ബോണുകളാണെന്ന് ചോദിച്ചാൽ ഇലിയം, ഇഷിയം, പ്യൂബിസ്. ചിത്രം കാണിക്കാവേ. ദെൻ ഇവരെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? അസെറ്റാബുലം എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ഹൈൻഡ് ലിംബിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. ഇത് കണ്ടോ? ഇലിയം, പ്യൂബിസ്, ദെൻ ഇഷിയം. കണ്ടോ? ഇതാണ് നമ്മുടെ ആ 3 ബോൺസുകൾ അല്ലേ. കോക്സൽ ബോൺ ആണ് അല്ലേ. ഈ കോക്സൽ ബോൺ ഇവരെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് ആര് ഫോം ചെയ്തിരിക്കുന്നത്? ഫിമർ എന്ന് പറയുന്ന നമ്മുടെ ഹൈൻഡ് ലിംബിലെ ഫസ്റ്റ് ബോൺ ഫോം ചെയ്തിരിക്കുന്നത്. കണ്ടോ?
അപ്പോൾ എന്താണ് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇടുപ്പില്ലെന്നൊക്കെ പറയത്തില്ലേ, ഓക്കെ, അവിടെ കണക്ട് ചെയ്തിട്ടാണ് ആര് വരുന്നിരിക്കുന്നത്, നമ്മുടെ ഫീമർ എന്ന് പറഞ്ഞ് ബോൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഏതിനകത്ത് വരുന്നത്, പെക്ടോറൽ ഗിൽഡിനകത്ത് വരുന്നത്. ഓക്കെ, പെൽവിക് ഗിൽഡിലും പെക്ടോറൽ ഗിൽഡിലും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബോഡിയിലുള്ള ചില ജോയിൻസുകളാണ്, സന്ധികൾ അല്ലെ. എന്താണ്, നമ്മൾ ഈ പറയുന്ന എല്ലാ അസ്ഥികളെയും എന്ത് ചെയ്തിരിക്കുകയാണ്, കണക്ട് ചെയ്തിരിപ്പിക്കുന്നത് അല്ലെ, ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അതിന് നമ്മൾ എന്തെന്നാ പറയുന്നത്, ജോയിൻസ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഈ ജോയിൻസ് എന്ന് പറയുന്നത്? കോണ്ടാക്ട് ബിറ്റ്വീൻ ബോൺസ് ഓർ ബിറ്റ്വീൻ ബോൺസ് ആൻഡ് കാർട്ടിലേജ്. ഒന്നെങ്കിൽ ബോൺസുകൾ തമ്മിലുള്ള കണക്ഷൻ ആവാം, അല്ലെങ്കിൽ ബോൺസും എന്താണ് കാർട്ടിലേജും തമ്മിലുള്ള കണക്ഷൻ ആവാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജോയിൻസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ബോൺസുകൾ തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കാം അല്ലേ, അതുപോലെ തന്നെ ബോൺസും കാർട്ടിലേജും തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കാം. ഇതിനെ 3 എണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഫൈബ്രസ്, കാർട്ടിലേജിനസ്, സൈനോവിയൽ. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ജോയിൻസുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഫൈബ്രസ്, കാർട്ടിലേജിനസ്, ദെൻ സൈനോവിയൽ. ഫൈബ്രസ് ജോയിൻസ് എന്താണ്, മൂവ്മെൻറ്റിനെ സാധ്യമാക്കുന്നില്ല. കാർട്ടിലേജിനസ് ജോയിൻസ് ആണെങ്കിൽ എന്താണ്, അവർ ജോയിൻ ചെയ്തിരിക്കുന്നത് കാർട്ടിലേജസിൻ്റെ സഹായത്തോടു കൂടിയാണ് അല്ലേ. നമ്മൾ പറഞ്ഞു കാർട്ടിലേജസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും അല്ലേ. കാർട്ടിലേജസിൻ എന്താണ്, കാർട്ടിലേജിനസ് ജോയിൻസിൻ്റെ അവിടെ എങ്ങനെയായിരിക്കും, ലിമിറ്റഡ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും. ദെൻ സൈനോവിയൽ ജോയിൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, സൈനോവിയൽ ക്യാവിറ്റി ഉണ്ട്. സൈനോവിയൽ ക്യാവിറ്റിയിൽ എന്തുണ്ട്, ഒരു സൈനോവിയൽ എന്താണ്, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സൈനോവിയൽ ക്യാവിറ്റി ഉണ്ട്. ഇതെന്താണ്, ലോക്കുമേഷനും മൂവ്മെൻറ്റ്സിനും ഒക്കെ സഹായിക്കുന്നത് ഏതാണ്, സൈനോവിയൽ സൈനോവിയൽ ജോയിൻസ് ആണ്. ദെൻ ഇതിനെ എന്താണ്, ഇതിനകത്ത് വരുന്നതാണ് നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, ദെൻ പൈവോട്ട് ജോയിൻറ്റ്, ഗ്ലൈഡിങ് ജോയിൻറ്റ്, ദെൻ സാഡിൽ ജോയിൻറ്റ്. ഏതൊക്കെയാണ്? ബോൾ ആൻഡ് സോക്കറ്റ്. ഈ ജോയിൻസ് നിങ്ങൾ പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ജോയിൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ജോയിൻസ്. ഏതൊക്കെയാണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ദെൻ ഹിഞ്ച് ജോയിൻറ്റ്, പൈവോട്ട് ജോയിൻറ്റ്, ദെൻ ഗ്ലൈഡിങ് ജോയിൻറ്റ്, ദെൻ ലാസ്റ്റ് വൺ ആണ് ഏത്, സാഡിൽ ജോയിൻറ്റ് എന്ന് പറയുന്നത്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഉണ്ടല്ലോ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എവിടെ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹ്യൂമറസിൻ്റെയും പെക്ടോറൽ ഗിൽഡിൻ്റെയും ഇടയ്ക്കായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഫിമറിൻ്റെയും പെൽവിക് ഗിൽഡിൻ്റെയും അവിടെയും എന്താണ് ഇത് നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് കാണപ്പെടുന്നത്. ഹിഞ്ച് ജോയിൻറ്റ് എവിടെയാണ്, നമ്മുടെ മുട്ടിയിലും നീ ജോയിൻറ്റിലും നമ്മുടെ കൈയുടെ ഇവിടെ എൽബോ ജോയിൻറ്റിലും ഏതാണ്, ഈ ഹിഞ്ച് ജോയിൻ്റ് ആണ്. ദെൻ അറ്റ്ലസ് ആൻഡ് ആക്സിസിൻ്റെ ഇടയ്ക്കാണ് ഇത് നമ്മുടെ പൈവോട്ട് ജോയിൻറ്റ് കാണപ്പെടുന്നത്. കാർപ്പൽസിൻ്റെ ഇടയ്ക്കാണ് ഏത്, നമ്മുടെ ഗ്ലൈഡിങ് ജോയിൻറ്റ് കാണപ്പെടുന്നത്. കാർപ്പൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഫോർ ലിംബിൽ വരുന്നതാണ് അല്ലേ കാർപ്പൽസ് എന്ന് പറയുന്നത്, കാർപ്പൽസ് അല്ലേ. ദെൻ സാഡിൽ ജോയിൻറ്റ് എന്താണ്, കാർപ്പലും മെറ്റാകാർപ്പലും അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് ഏത്, സാഡിൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജോയിൻസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇനി നമ്മൾ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ വരുന്ന ഡിസോർഡേഴ്സുകൾ ഏതൊക്കെയാണ് അല്ലേ, സ്കെൽറ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ ബീയിങ്സിന് വരുന്ന രോഗാവസ്ഥകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ആർത്രൈറ്റിസ് ഉണ്ട്, ഓസ്റ്റിയോപോറോസിസ്, ഗൗട്ട്. ഇത് 3ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതാണ് നിങ്ങളുടെ കൂടുതലായിട്ടും നിങ്ങളുടെ എക്സാമിൽ കണ്ടുവരുന്നത്. ഏതൊക്കെയാണ്, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ്, ഗൗട്ട് എന്ന് പറയുന്നത്. കൂടാതെ വരുന്നതാണ് നമ്മുടെ ടെറ്റനി, മസ്കുലാർ ഡിസ്ട്രോഫി, ദെൻ മൈസ്തീനിയ ഗ്രാവിസ് എന്നൊക്കെ പറയുന്നത്. ദെൻ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻസിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് കേട്ടോ. നമ്മുടെ സന്ധികളുണ്ടല്ലോ, ആ സന്ധികളിലൊക്കെ ഉണ്ടാകുന്ന എന്താണ്, നീര് അല്ലേ, ആ ഒരു അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്, ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ്, വാർദ്ധക്യ അവസ്ഥയിൽ നമുക്ക് വരുന്നതാണ്. ഇതെന്താണ്, ഇതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈസ്ട്രജൻ്റെ അളവ് ബോഡിയിൽ കുറയുന്ന ഒരു അവസ്ഥയാണ്. ദെൻ എന്താണ്, ഗൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാകുന്നതാണ്. എന്താണ്, നമ്മുടെ ജോയിൻസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. എന്തുമൂലമാണ്, യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത് വഴി അല്ലെ, അടിഞ്ഞുകൂടുന്നത് വഴി നമ്മളിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഗൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര എണ്ണമാണ് ഇത് നമ്മുടെ ജോയിൻസുമായി അല്ലെ നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസോർഡേഴ്സുകൾ. ഏതൊക്കെയാണ്, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ്, ഗൗട്ട്, ടെറ്റനി, മസ്കുലാർ ഡിസ്ട്രോഫി, ദെൻ മൈസ്തീനിയ ഗ്രാവിസ്. മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണ്, ആർത്രൈറ്റിസും ഓസ്റ്റിയോപോറോസിസും ആൻഡ് ഗൗട്ടും. ഓക്കെ, ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻസ്, സന്ധികൾ അല്ലേ,
കണക്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലേ, ഈ ജോയിൻസിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ്. ദെൻ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു രോഗാവസ്ഥയാണ്. മെയിനായിട്ടുള്ള കാരണം നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. ദെൻ ഗൗട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് നമ്മുടെ ജോയിൻസിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും, അടിഞ്ഞുകൂടും. ഓക്കെ, ആ അവസ്ഥയിലാണ് നമുക്ക് ഈ ഒരു രോഗാവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നോക്കിയേ, ആർത്രൈറ്റിസിൻ്റെ ചിത്രമാണ് ടീച്ചറിൽ കൊടുത്തിരിക്കുന്നുണ്ടോ, നമ്മുടെ ജോയിൻസിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണെന്ന് പറഞ്ഞു. ദെൻ ഇതാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇതൊരു ഹെൽത്തി ബോണാണ്. ഓസ്റ്റിയോപോറോസിസ് വന്നു കഴിഞ്ഞാൽ ഒരു ബോണിൻ്റെ അവസ്ഥയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ ഇതാണ് ഗൗട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജോയിൻസിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണെന്ന് പറഞ്ഞു. കാരണം യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സ്കെൽറ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കണ്ടത്. 206 ബോൺസുകളുണ്ട്. അതിന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ആക്സിയൽ സ്കെൽറ്റിൽ നിന്നും അപ്പെൻഡിക്കുലാർ സ്കെൽറ്റിൽ നിന്നും. ആക്സിയൽ സ്കെൽറ്റിനകത്ത് സ്കള്ള്, സ്ട്രേനം, വെർട്ടിബ്രക്കോളം, റിബ്സ് ഇതെല്ലാം വരുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അപ്പെൻഡിക്കുലാറിനകത്ത് ഏതൊക്കെയാണ്, നമ്മുടെ ഫോർ ലിംബും ഹൈൻഡ് ലിംബും അതുപോലെ തന്നെ പെൽവിക് ആൻഡ് പെക്ടോറൽ ഗ്രിഡിൽ, ഇത്രയാണ് വരുന്നത്. അതിനെ തുടർന്ന് നമ്മൾ എന്ത് കണ്ടു, ജോയിൻസുകൾ കണ്ടു അല്ലേ, നമ്മുടെ ബോഡിയിലുള്ള സന്ധികൾ അല്ലേ, ജോയിൻസ്, ഹിഞ്ച് ജോയിൻ്റ് ഉണ്ട്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, അങ്ങനെ ഓരോ ജോയിൻറ്റുകളെ കുറിച്ച് നമ്മൾ കണ്ടു. ദെൻ ഡിസോർഡേഴ്സും കണ്ടു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അങ്ങനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.